ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്ന പുതിയ ക്യാരക്ടറായിട്ട് ഓറിയന്റെ എബിലിറ്റിയാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടറിന്റെ എബിലിറ്റി മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ ഈ വീഡിയോ ഇവിടെ തൊട്ട് ഇവിടെ വരെ കണ്ടാൽ മതി. അത് മാത്രമല്ല, ഇതിന് എബിലിറ്റി മാത്രമല്ല വേറെ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടി ഫുൾ ആയിട്ട് അറിയണമെങ്കിൽ എൻ്റെ കൂടെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടേ പറ്റൂ. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഞാൻ ഓറിയൻ എന്നാണ് പറഞ്ഞത്, പക്ഷേ വരാൻ പോകുന്ന ക്യാരക്ടറിന്റെ പേര് ഓസ്കാർ എന്നാണ് കേട്ടോ. ഈ ഒരു ക്യാരക്ടറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഈ ഒരു ക്യാരക്ടർ വരുന്നതിന് പകരമായിട്ട് നമ്മുടെ ഫ്രീ ഫയറിലുള്ള വേറൊരു ക്യാരക്ടറിന്റെ എബിലിറ്റി കോളായി പോകും. സോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അതേതായിരിക്കും ആ ക്യാരക്ടർ എന്ന്. വേറൊരു ക്യാരക്ടറും അല്ല, നമ്മുടെ തസ്തിക ക്യാരക്ടർ കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ആ കാര്യം ഇവിടെ പറഞ്ഞതെന്ന്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ തസ്തിക ക്യാരക്ടറിനെ നമ്മുടെ പുതിയതായിട്ട് വരാൻ പോകുന്ന ഓസ്കാർ ക്യാരക്ടറിനെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഓസ്കാർ ക്യാരക്ടറിന്റെ എബിലിറ്റി ആണ്. എബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു സംഭവം വരും. അതിന് നേർക്ക് വെച്ചിട്ട് നിങ്ങൾ ഓടുവാണെങ്കിൽ നമ്മുടെ തസ്തിക പോകുന്ന നമുക്ക് സ്പീഡിൽ പോകും. വയസ്സ് ഇപ്പം നിങ്ങൾ വിചാരിക്കും തസ്തിക ക്യാരക്ടർ ഇതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന്. നോ, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. പിന്നെ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഓസ്കാർ ക്യാരക്ടറിന് 3 ഗുണങ്ങളുണ്ട്. ഫസ്റ്റത്തെ എന്തോ നോക്കുവാണെങ്കിൽ നമ്മുടെ തസ്തിക ക്യാരക്ടറിനെ കാട്ടി സ്പീഡിൽ ഈ ഒരു ക്യാരക്ടർ മൂവ് ആവുന്നതായിരിക്കും ഫ്രണ്ടിലോട്ട്. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തസ്തിക ക്യാരക്ടർ ഉപയോഗിക്കാൻ നേരത്തെ നമുക്ക് സ്പീഡിൽ പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിമിയുടെ ദേഹത്ത് ഡാമേജ് കൊടുക്കാനും പറ്റും. ഒറ്റ ഷോട്ടിൽ നിങ്ങൾ എനിമിയുടെ ദേഹത്ത് ഇരിക്കുന്ന നേരത്ത് 25 50 ഡാമേജ് വെച്ച് കിട്ടുന്നതായിരിക്കും. വേറൊരു ഗുണം പറഞ്ഞുതരാം, നിങ്ങൾ ഈ ഒരു 3 ഗ്ലൂ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഓസ്കാർ ക്യാരക്ടർ വെച്ചിട്ട് ആ 3 ഗ്ലൂവും പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു 3 ഗ്ലൂവിന്റെ ബാക്കിൽ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 ഡാമേജ് 25 വെച്ച് കിട്ടുന്നതായിരിക്കും. വയസ്സിന്റെ വേറൊരു ഗുണം പറഞ്ഞുതരാം, ഇപ്പൊ നിങ്ങൾ സ്കോഡ് കളിക്കാൻ എടുത്ത് എനിമിയുടെ സ്കോഡ് ഫുൾ അവിടെ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്താൽ മതി. അവിടെ ഇരിക്കുന്ന എല്ലാ എനിമിയുടെ സ്കോഡിനും 4 പേര് വേണം. 4 പേർക്ക് 25 50 വെച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലി നോക്കുവാണെങ്കിൽ ഏകദേശം 200 ഡാമേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നിങ്ങൾ നോക്കുവാണെങ്കിൽ തസ്തിക ക്യാരക്ടർ യൂസ് ചെയ്യാൻ എടുത്ത് അതിന്റെ കൂൾ ഡൗൺ ടൈം ഭയങ്കര സ്ലോ ആയിട്ടാണ് കഴിയുന്നത്. പക്ഷേ ഈ ഒരു ഓസ്കാർ ക്യാരക്ടർ ഉണ്ടല്ലോ, അതിന്റെ എബിലിറ്റി പെട്ടെന്ന് തന്നെ കൂൾ ഡൗൺ ടൈം ഫാസ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഓസ്കാർ ക്യാരക്ടർ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുമ്പോൾ ഒറ്റ ക്ലിക്കിന് 10 മീറ്റർ വരെ പോകും. അപ്പം നമ്മൾ തസ്തിക ക്യാരക്ടറിലൂടെ നോക്കുവാണെങ്കിൽ 2 വട്ടം ഓടുന്നതിന്റെ മറ്റേ എബിലിറ്റിയിൽ ഞെക്കിയാൽ മാത്രമേ 10 മീറ്റർ ഓടത്തുള്ളൂ കേട്ടോ. അടുത്ത ഗുണം എന്തെന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ കൂൾ ഡൗൺ ടൈം 60 സെക്കൻഡ് ആണ് കേട്ടോ. ഒരു 60 സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അടുത്ത നോക്കുവാണെങ്കിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന ഓസ്കാർ ക്യാരക്ടറിന്റെ മറ്റേ എബിലിറ്റി ഉണ്ടല്ലോ, ഫ്രണ്ടിൽ അതൊരു സംഭവം വരും. അത് നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം, അങ്ങോട്ട് തന്നെ പോകാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഇതാണ് നമ്മുടെ തസ്തിക ക്യാരക്ടറിൽ പറ്റത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ക്യാരക്ടർ വരാൻ നേരത്ത് തസ്തിക ക്യാരക്ടറിന് കുറച്ച് പണി പാളുമെന്ന്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ പറഞ്ഞേക്ക്. വീഡിയോക്ക് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.